ഒന്നുമില്ല അവിടെ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നാട്ടിലത്തെ മാതിരി കറണ്ട് പോവില്ല. അതാ ഇപ്പൊ വലിയ വിശേഷം. എന്നാ അതിനേക്കാളും വലിയൊരു സംഗതി ഉണ്ട്. അത് പറഞ്ഞാൽ ഈ വിശ്വസിക്കൂല. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കറണ്ട് നമുക്ക് ഷോക്ക് അടിക്കൂലേ? എന്നാ ഗൾഫിലെ കറണ്ടിന് ഷോക്ക് അടിക്കൂല. സത്യം. ഹൈ എടി, എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്ക്. ആ പിന്നൊരു കാര്യം, സൗദിയിലും ഖത്തറിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ കുവൈത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ കറണ്ടിന് ഷോക്ക് അടിക്കൂല, അത് എനിക്ക് ഉറപ്പാ. എടി, ഞാനിപ്പോ എന്റെ ഒരു വിരല് പ്ലഗിന്റെ ഉള്ളിലിട്ട് സ്വിച്ച് ഓൺ ആക്കി നിൽക്കുക. പറഞ്ഞാ വിശ്വാസാവില്ല. എന്റെ പടച്ചോനെ, ഇമ്മാതിരി വർത്താനം കേൾക്കുമ്പോഴാ എനിക്ക് ഷോക്ക് അടിക്കാതെ കരണ്ടേ. നിങ്ങൾ ആരോടാ ഈ വർത്താനൊക്കെ പറയണത്? എടി ചൂടല്ലേ, ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. അന്നൊരിക്കലും വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഞാൻ കുവൈത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് എനിക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഇവിടുത്തെ കറണ്ടിന് ഷോക്ക് അടിക്കുമല്ലേ എന്നുള്ളത്. ഇങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അതൊക്കെ പോട്ടെ, എന്തൊക്കെ വാപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ വർത്താനം. മരുന്നൊക്കെ കുടിക്കണ്ടല്ലോ വാപ്പല്ലേ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അളിയന്റെ വർത്താനം എന്തൊക്കെ? അവിടെ വരലുണ്ടോ? വീട്ടിക്ക് വരലുണ്ടോ? ഏതായാലും ഒന്ന് കരുതിയിരുന്നോ, കയ്യിലുള്ള കാശൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഹലോ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. സൂപ്പിയെ, എന്താ പറ്റിയത്? ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. ഗൾഫിലെ കറണ്ടിന് ഷോക്ക് അടിക്കും. എന്നാ ഞാൻ രാത്രി വിളിക്കാം, എനിക്കൊരാൾ ആശുപത്രി കൊണ്ടുപോകണ്ടേ.